PMC വിഷയത്തിൽ ആകെ എടുത്താൽ CPM-നും CPI-ക്കും കുഴപ്പമുണ്ടായിട്ടുണ്ട്. CPM CPI-യെ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കുഴപ്പം ഞാൻ വിചാരിക്കുന്നത് CPI-യെ അതിൻ്റെ മന്ത്രിമാരെ വിശ്വാസത്തിലെടുത്ത് അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു പോയിട്ട് ഒപ്പിടാൻ. അതവർ ചെയ്തില്ല. അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. CPI-യുടെ ഭാഗത്താണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എത്രത്തോളം പോകാം എന്നത് കണക്കാക്കാതെ അതിരുവിട്ട് CPM-നോട് അടിക്കുന്ന നിലയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുപേർക്കും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് പക്ഷേ രണ്ടുപേരും തെറ്റ് മനസ്സിലാക്കി എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. കാരണം CPM ഉടനടിയും സാധാരണഗതി ഇല്ലാത്ത വിധം ഒരു വലിയേട്ടൻ മനോഭാവമൊന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ സംഗതി തിരുത്തിയിട്ട് ഇത് ഇത്രമേൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പ്രതിപക്ഷം, മറ്റു പാർട്ടികൾ, മറ്റ് സംഘടനകൾ, CPM-ൻ്റെ കൂടെ തന്നെയുള്ള സഹപ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ സഹജീവികൾ, സഹയാത്രികരൊക്കെ എല്ലാം തന്നെ അതിഭീകരമായിട്ട് എതിർത്ത ഈ സംഗതിയിൽ നിന്ന് പക്ഷേ പെട്ടെന്ന് CPM ഈഗോ വിചാരിക്കാതെ പിന്മാറിയിട്ട് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് കേന്ദ്രത്തിൽ പോയിട്ട് പേപ്പറും കൊടുത്ത് ഒരല്പം തോറ്റു എന്ന മട്ടിൽ തന്നെ പിൻവാങ്ങി നിന്നിട്ട് അവരത് ഞങ്ങൾക്ക് പറ്റിയൊരു പിശകാണ് എന്നത് CPI-ക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുമ്പിലും തെളിയിച്ചു കൊടുത്തു. CPI-യും പറഞ്ഞ വാക്കുകളിൽ നിന്ന് പ്രകാശ് ബാബുക്ക് കടുത്ത വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ചല്ലോ, പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനകത്തുണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് CPM-നുണ്ടാക്കിയിരുന്ന ക്ഷീണം ചെറുതല്ല. കാരണം അത് മറ്റെന്തെങ്കിലും ഒരു പദ്ധതിയാണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇത് CPI പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രകാശ് ബാബുടക്കുള്ള നേതാക്കൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ആ ഘട്ടത്തിൽ രോഷത്തോടെ മുടക്ക് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞത് BJP-യോട് ഇവർക്ക് അവിഹിതമായിട്ട് അല്ലെങ്കിൽ സുഖകരമല്ലാത്തൊരു ബന്ധമുണ്ട് എന്ന പോയിൻ്റ് അവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇവർക്ക് BJP രാഷ്ട്രീയത്തെ എങ്ങനെ എതിർക്കേണ്ടതുണ്ട് എന്നതിൽ CPM-ന് ധാരണയില്ല എന്നൊരു വ്യക്തത എന്നൊരു അങ്ങനെ അർത്ഥമാകുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും മറ്റുമായിട്ട് പോയി. അത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നിൽ. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ RSS വിരുദ്ധത, BJP വിരുദ്ധത എന്ന് വെച്ചാൽ അവർ ആവർത്തിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ BJP ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആൾ ഞങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേക്കാൾ വളരെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ആശയപരമായിട്ട് ഞങ്ങളാണ് അവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന CPM ലീഡർഷിപ്പിനോട് CPI-ക്കാർ പറയാണ് നിങ്ങളുടെ ശക്തി എത്ര പോരാ എന്ന്. അത് വലിയൊരു ഇൻസൾട്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണല്ലോ. അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഈ വ്യക്തിപരമായിട്ടത് ഏറ്റുവാങ്ങേണ്ടി വന്നത് V. ശിവൻകുട്ടിയാണ്. കാരണം അത് ഒരു പാർട്ടിയുടെ തീരുമാനമായിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ ചെന്ന് ഒപ്പിട്ടിട്ടുണ്ടാവുക. പക്ഷേ V. ശിവൻകുട്ടിയുടെ RSS വിരുദ്ധത അത്ര പോരാ. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല എന്ന് പരിഹസിക്കുന്നതില്ല പ്രകാശ് ബാബുവും ബിനോയ് വിശ്വവും തൊട്ട്. ഞാൻ പരിഹസിക്കുന്നതെന്ന് പറയുന്നത് ബിനോയ് വിശ്വം നേരിട്ട് പരിഹസിച്ചു എന്ന അർത്ഥമല്ല, പക്ഷേ പരിഹസിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നില്ല. ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും തൊട്ട് താഴെ തട്ടിലെ ASF-കാർ വരെ ശിവൻകുട്ടിയെ പരിഹസിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും.